ഹായ്! ഇപ്പൊ കൊറേ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഒന്നും അധികം ഇടലില്ലാല്ലേ. റമദാനായപ്പോ ഒന്നരാടം വെച്ചിട്ടാണ് ലോങ് വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യല് ട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ കുറവായത്. അപ്പൊ ഞാന് ഇന്നൊരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കാനുണ്ടാക്കണ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുക്കറിൽ തീ വെച്ചിരിക്കണത് കറിക്കുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ. പിന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം. എണ്ണയിൽ അധികം മുക്കി പൊരിക്കാത്ത ഒരു സ്നാക്ക് ആക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിലും എണ്ണക്കടി എന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടക്ക് മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടക്ക് ഒന്നരാടോ രണ്ടരാടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇന്നിപ്പോ അധികം എണ്ണയൊന്നും ഇല്ലാതെ ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കാന്നാണ് വിചാരിച്ചത്. ഇതാവുമ്പളേ നമുക്ക് പണി സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ ഒരു തലക്ക് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻഡസ് വാലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. ഇതിലാവുമ്പോഴേ സംഗതി എളുപ്പമാകും കേട്ടോ. ഒന്നും കൂടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പൊ ഞാനതിൽ റവ ഇട്ടിട്ട് ഒരു രണ്ടിളക്ക് ഇളക്കിയിട്ട് പിന്നെ ഞാനിങ്ങോട്ട് അടച്ചു വെച്ച് തീ ഓഫ് ആക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ പാത്രത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലോങ് വീഡിയോന്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും ലിങ്കും വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ അവിടെ കിട്ടും. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ. അപ്പൊ ഇന്ന് ചായക്ക് കടി അപ്പം ഗ്രീൻ പീസ് കറിയാണേ. അപ്പം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ പെരീത്തെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ. പച്ചരി കുതിർത്തുണ്ടാക്കണേ ആ അപ്പല്ലേ അത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. സിമ്പിൾ പരിപാടിയാണ്. കുറച്ചു നേരം ഇങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മാവുമ്പോ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ ചെറുതാവുമ്പോ തന്നെ ഇതേപോലെ ഇങ്ങനെ കൊഴിയും. ഇതൊന്ന് വലിയതായിട്ട് പൈക്കണതും കാത്ത് നിൽക്കുകയാണ് ഞങ്ങള്. പക്ഷെ അത് ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ തന്നെ കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. എല്ലാം ഗ്യാസുമ്മ തന്നെ ആയാൽ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള അരി അടുപ്പത്താണ് കേട്ടോ ഇടുക. പെലച്ചൊക്കെ ചോറ് എന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു ഇത് എനിക്കുള്ളതുകൊണ്ട് എനിക്ക് മാത്രമുള്ള ചോറാണ് കേട്ടോ ഞാനിടുക. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇതാ അവിടെ റെഡിയാക്കിക്കണം കേട്ടോ. അപ്പൊ ഒരു മുസമ്പി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് പൊരിച്ചതും പിന്നെ തരിക്കഞ്ഞിയും പിന്നെ വത്തക്ക ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. കുട്ടികളാണ് പിന്നെ ടേബിൾ മേലൊക്കെ കൊണ്ടുവന്ന് സെറ്റൊക്കെ ചെയ്ത് വെക്കുക. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓരോരുത്തരായിട്ട് നോമ്പൊക്കെ തുറന്നു തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ.